ആര്യൻ ഇവള് പറഞ്ഞില്ല കൈ പിടിക്കാൻ ടാസ്കിൽ ലാസ്റ്റ് ഇവൻ ഇവളുടെ വയറ്റിലോട്ട് നോക്കി കയറും. പറ അല്ല മോളെന്താ എൻജോയ് ചെയ്തോ? ചിരിയുടെ കാര്യം അങ്ങനെ സംസാരിക്കും. അല്ല പറ വൃത്തിയോട് സംസാരിക്കും. ചിരി വിട്. ഇത് ചിരി വെച്ചിട്ട് സംസാരിക്കും. അവനല്ല എന്റെ പ്രശ്നം. ആയിക്കോട്ടെ. അങ്ങനത്തെ ഒരു കാര്യത്തിനോട് ഞാൻ ഇതിലൂടെ ഞാൻ എന്തിലാണ് ആലോചിച്ചു നിർത്തിക്കാളെ നീ നിർത്തിക്കോ. അവനാണ് നിർത്തിക്കോ. നൂറ ഒരു ലെസ്ബിയൻ ആവേണ്ട ആളായിരുന്നില്ല അല്ലേ? ലോക്കായതാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ശരിക്കും ഇതൊരു സ്നേഹമോ അല്ലെങ്കിൽ പൊസസീവ്നെസ്സോ ഒന്നുമല്ല, ഒരുമാതിരി സംശയരോഗം തന്നെയാണ്. നൂറ എൻജോയ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആദിലയുടെ ആ ഒരു മനസ്സ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സംഭവം ബിഗ് ബോസ് വീട്ടിലെ ആദിലയുടെ കട്ടക്കലിപ്പ് നടക്കുകയാണ്. നൂറയാണെങ്കിൽ കരയുകയും ചെയ്തു. ആര്യൻ കാരണം ഒരു പുതിയ പ്രശ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നത് ചെറിയൊരു സംഭവം ഒന്നുമല്ല. ടാസ്കിനിടയിൽ ആര്യൻ നൂറയ്ക്ക് കിസ് കൊടുത്ത സംഭവത്തിൽ ആദില വല്ലാതെ പിണങ്ങിപ്പോയി. അവസാനം കരയുക പോലും ചെയ്തു. ആദിലയും നൂറയും തമ്മിൽ ചെറുതായിട്ടൊന്ന് സംസാരിച്ച് പിണങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അനുമോളാണ് കാര്യം തിരക്കിയത്. ഗാർഡൻ ഏരിയയിൽ വെച്ചായിരുന്നു നൂറയാണ് ഈ ഒരു സംഭവം പറഞ്ഞത്. സംഭവം ഇങ്ങനെ: കഴിഞ്ഞ ദിവസം ടാസ്കിന്റെ അവസാനം തങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നപ്പോൾ ആര്യൻ നൂറയ്ക്ക് കിസ് കൊടുത്തു. ഇതറിഞ്ഞപ്പോൾ നൂറ ചിരിക്കാൻ തുടങ്ങിയത് ആദിലയ്ക്ക് കൂടുതൽ ദേഷ്യമുണ്ടാക്കി. ആര്യൻ അപ്പോൾ തന്നെ സോറിയും പറഞ്ഞിരുന്നു. ടാസ്ക് ചെയ്ത് ക്ഷീണിച്ചത് കാരണം താൻ അത് വിട്ടുപോയിരുന്നു എന്ന് നൂറ പറയുന്നു. എന്നാൽ ആര്യൻ കുറച്ചു മുൻപ് ഡബിൾ മീനിങ്ങിലുള്ള വർത്തമാനം പറഞ്ഞപ്പോൾ നൂറയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും ആദിലയോട് പറയുകയുമായിരുന്നു. സംഭവം കേട്ട ആദില ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ടോയ്ലറ്റ് സെക്ഷനിലേക്ക് പോവുകയായിരുന്നു. ഞാൻ ഇത് കേട്ട് കഴിഞ്ഞ കാര്യമാണ്, എനിക്കിനി ഇത് കേട്ട് രസിക്കാൻ താല്പര്യവുമില്ല, നീ കേട്ട് രസിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആദില നൂറയോട് ദേഷ്യപ്പെട്ടു. ഹനുമോൾ സംസാരിക്കാൻ ചെന്നെങ്കിലും ആദില പിണങ്ങി നിൽക്കുകയാണ്. ഇതിപ്പോൾ ആദിലയുടെയും നൂറയുടെയും ഇടയിൽ ആര്യൻ പെട്ട അവസ്ഥയിലായി. ലാലേട്ടൻ വരുമ്പോൾ ഈ പ്രശ്നം സംസാരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഇവിടെ ആദിലയുടെ ദേഷ്യം ന്യായമാണോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്തായാലും ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ആദിലയും നൂറയും സെപ്പറേറ്റഡ് ആയോ അല്ലെങ്കിൽ നൂറ ഇതിൽ പെട്ടുപോയതാണോ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള കമന്റ്സുകൾ തന്നെയാണ് വരുന്നത്. അതിൽ ചില കമന്റ്സുകൾ പറയാം. അതായത് കണ്ടുപിടുത്തമല്ല, സത്യമാണ്. നൂറയ്ക്ക് ശരിക്കും ആണിനോടും പെണ്ണിനോടും പ്രേമമുള്ള ആളാണ്. വീക്കെൻഡിൽ നൂറ ആര്യന്റെ അടുത്തിരിക്കും. അതുപോലെ ആര്യന്റെ എല്ലാ ആക്ഷനിലും എൻജോയ് ചെയ്യുന്നുണ്ട് നൂറ. ചിരിച്ചു കാണിച്ച് ആസ്വദിക്കുന്നുമുണ്ട്. അതുപോലെ ആദില അനുവിന്റെ കൂടെ എൻജോയ് ചെയ്യുന്നു. എപ്പോൾ നോക്കിയാലും രണ്ടുപേരും ഉമ്മ വെക്കൽ, കെട്ടിപ്പിടിക്കൽ, കെട്ടിപ്പിടിച്ച് കരച്ചിൽ, ഒരേ ബെഡ്ഷീറ്റിൽ പുതച്ചു കിടക്കൽ, സ്വകാര്യം പറച്ചിൽ, ഭക്ഷണം വാരിക്കൊടുക്കൽ, എടുത്തുകൊണ്ട് നടക്കൽ. ആദില പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആണുങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല എന്ന്. ഇവര് പെണ്ണുങ്ങളായതുകൊണ്ട് ആരും അധികം ഇതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നൂറ ലെസ്ബിയൻ ആണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ്. കാരണം നൂറയുടെ പല പ്രവർത്തികൾ കാണുമ്പോൾ നൂറ ലെസ്ബിയൻ അല്ല എന്ന് തന്നെയാണ് പലരും ഹബീബി പ്രേക്ഷകരും പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് കമന്റ്സുകളുള്ളത് നൂറ ഒരു ലെസ്ബിയൻ അല്ല എന്നും. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് വന്നിരിക്കുന്നത് ആദിലയ്ക്ക് അനുവിനോട് അട്രാക്ഷൻ, നൂറയ്ക്ക് ആരിനോട് അട്രാക്ഷൻ. ഇത് സത്യമാണ്. ശരിക്കും പ്രോഗ്രാം കാണുമ്പോൾ അങ്ങനെ തോന്നുമല്ലേ? എന്തായാലും നൂറ ലെസ്ബിയൻ അല്ല, നൂറ ലോക്ക് ആയതാണെന്ന് ഉറപ്പിക്കാൻ ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇതൊന്നും സ്നേഹമോ പൊസസീവ് ഒന്നും അല്ല, ഒരുമാതിരി സംശയ രോഗമാണ്. നൂറ എൻജോയ് ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ അവളുടെ വൃത്തികെട്ട മനസ്സ് സ്വന്തം ഇത്രയും പേര് കാണുന്ന ഷോയില് മോശക്കാരിയാക്കുന്നു. നമ്മുടെ ആദിലയുടെ പ്രവർത്തികയാണ് ചൂണ്ടി കാണിക്കുന്നത്. സ്നേഹമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഇല്ലാത്തോണ്ടല്ല. സ്വന്തം എന്ന് കരുതി സ്നേഹിച്ചതിനെ ആരും നോക്കുന്നത് ആർക്കും ഇഷ്ടമാവില്ല. നോട്ട് ദാറ്റ് പോയിന്റ്. അതും ഒരു കണക്കിന് ശരിയാണ്. നൂറ പെട്ടുപോയതാണ്, അവൾ കയ്യിൽ നിന്ന് ഒരിക്കലും പോകാൻ അനുവദിക്കില്ല. ഈ ബി ഹൗസിലെ അവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ തന്നെ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നൂറ എന്തോ ആദിലയെ ഭയക്കുന്നത് പോലെ ഇടയ്ക്ക് വലിയ രീതിയിൽ അത് ചർച്ചയായതുമാണ്. ചീപ്പ് ഗെയിം. ഇവളുമാർക്ക് നാണമില്ലേ ഇങ്ങനെ തോന്നിവാസം വിളിച്ചു പറയാൻ? ആണുങ്ങളെ തകർക്കാൻ ഇവളുമാർക്ക് വേറെ ഒന്നും കൊണ്ട് നടക്കില്ല. ഇവളുമാരെ ആദ്യം പുറത്താക്കണം. ഇത് മറ്റൊരു പ്രേക്ഷകന്റെ കമന്റ് ആണ് കേട്ടോ. ആദിലയ്ക്ക് പേടി, നൂറ് എങ്ങാനും കൈവിട്ട് പോയാലോ എന്ന്. പിന്നെ സ്വന്തം പാർട്ണർ അല്ലേ, അപ്പൊ അതിനെ കൈവിട്ട് പോയാലോ എന്നുള്ളൊരു പേടി ആദിലയ്ക്ക് ഉറപ്പായിട്ടുമുണ്ട്. നൂറ ലെസ്ബിയൻ ആണെന്ന് തോന്നുന്നില്ല. ആദിലയുടെ സംസാരം, പെരുമാറ്റം എല്ലാം ലെസ്ബിയൻ എന്ന പോലുണ്ട്. ബട്ട് നൂറ എന്തോ അഫക്ഷൻ ഉള്ള ഒരു ഫ്രണ്ട് കൂടെ നടക്കുന്നത് പോലെ തോന്നുന്നുള്ളൂ. അവൾ ലെസ്ബിയൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്നതാണോ ഒരു ഡൗട്ടും അറിയില്ല. അതൊക്കെ അവരുടെ കാര്യങ്ങളിലും.
അനുവാണ് ഇവരുടെ ഇടയിൽ കിടന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പോലെ തോന്നുന്നത്. അവർ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട ഇഷ്യൂവിന്റെ ഇടയിൽ കയറി ഇരിക്കും, വിഷയം വലുതാക്കാൻ. ഓ, ചിലപ്പോൾ അനുമോൾ പറഞ്ഞ പോലെ പൈസ വാങ്ങിച്ചിട്ട് നിൽക്കുമല്ലേ, കണ്ടന്റ് കൊടുക്കുന്നതായിരിക്കാം. PR-നെ വെച്ചുകൊണ്ട്, അതായത് 16 ലക്ഷം രൂപ കൊടുത്താണ് അനുമോൾ ഈ ബിഗ് ബോസിൽ നിൽക്കുന്നത്. അത് വെച്ചാണ് ഈ ഒരു കമന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം ആര്യന്റെ കൂടെ ഡബിൾ മീനിങ് എല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ വുമൺ കാർഡ് എടുക്കാൻ വന്നേക്കുന്ന പൂമ്പാറ്റകൾ, പഠിച്ച കള്ളികൾ. അപ്പൊ ഒരുപാട് തരത്തിൽ ഇവർക്കെതിരെ വിമർശനവുമുണ്ട്, അനുകൂലിച്ചെത്തുന്നവരുമുണ്ട്. ശരിക്കും ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ ആദ്യമേ ഈ ഒരു BB ഹൗസിൽ ആദ്യം എതിർത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ വേദലക്ഷ്മി അല്ലേ. വേദലക്ഷ്മി പറഞ്ഞ കാര്യം എന്താണ്, ഇവളന്മാരെയൊന്നും വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അത് വലിയ രീതിയിൽ ചർച്ചയാണ്. സ്റ്റിൽ ആ ഒരു സ്റ്റാൻഡിൽ ഇപ്പോഴും വേദലക്ഷ്മി നിൽപ്പുണ്ട്. കാരണം പുറത്തിറങ്ങിയപ്പോഴും മാധ്യമങ്ങൾ അവരോട് ചോദിച്ചപ്പോഴും അവർ അത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ എന്റെ സ്റ്റാൻഡിൽ നിന്ന് പിന്മാറില്ല, അത് തന്നെയാണ് എന്റെ ഉറച്ച സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഈ BB ഹൗസിൽ വന്നതിന് ശേഷം ഒരുപാട് തരത്തില്, അതായത് ഏത് രീതിയിലാണ് പൊതുസമൂഹത്തിന് അത് ബാധിക്കുന്നത് എന്നുള്ള കാര്യമേ ചിലർക്കും ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇവരുടെ ഈ ഒരു പാർട്ട്നേഴ്സ്, അതായത് ഇവർ തമ്മിലുള്ള ആ ബന്ധത്തെ ഉൾക്കൊള്ളാൻ പലർക്കും കഴിയുന്നില്ല. നമുക്കറിയാം, ഇവരുടെ ലൈഫ് എന്ന് പറയുന്ന വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ഇവര് ആ ഒരു ലൈഫിലോട്ട് സെറ്റിൽ ആയതല്ലേ. വലിയ രീതിയിൽ വാർത്തയായിട്ടുള്ള ഒരു വിഷയമായിരുന്നു ആദില നൂറ കപ്പിൾസിനെ കുറിച്ച്. അതായത് ഹോമോസെക്ഷൽ ആണെന്നുള്ള വെളിപ്പെടുത്തിയതിന് ശേഷം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ തന്നെ കടന്നു വന്നതാണ് ഈ ആദിലയും നൂറയും എന്ന ലെസ്ബിയൻ പങ്കാളികൾ. ബിഗ് ബോസ് ഹൗസിൽ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിന് ശേഷം കുടുംബവും ബന്ധുക്കളുമാണ് ഇരുവരെയും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത്. അഭയം പ്രാപിക്കാൻ പോലും ഒരിടമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ആദ്യം ഇരുവരും. ഇന്ന് അവർ സ്വന്തം പ്രയത്നം കൊണ്ട് നല്ലൊരു ജീവിതം തന്നെ കെട്ടിപ്പടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഇന്നത്തെ നമ്മുടെ സമൂഹം ഇരുവരെയും വേദനിപ്പിക്കുന്നതിൽ കുറവൊന്നും വന്നിട്ടില്ല. ആദില നൂറ പ്രണയത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള അവരുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ആരിഫ് ഹുസൈൻ പറഞ്ഞ വാക്കുകളും, അതായത് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പോൾ വളരെയേറെ ശ്രദ്ധ നേടുകയാണ്. ആരിഫ് പറയുന്നതെന്ന് വെച്ചാൽ, മാതാപിതാക്കൾ നോക്കി നിൽക്കെ തന്നെ ബന്ധുക്കളുടെ ഉപദ്രവം വരെ ഇരുവരും ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ആരിഫ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നൂറയും ആദിലയും പേഴ്സണലായി തന്നെ അറിയാം. അവർ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അവർക്കൊപ്പം നിന്നിട്ടുണ്ട്. അവരുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. അവരുടെ ഡയനാമിക്സ് എനിക്കറിയാം. കാഴ്ചപ്പാടിന്റെ പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആദില നൂറ എന്നല്ല, ആരുമായിക്കൊള്ളട്ടെ, അവരുടെ പേഴ്സണൽ ചോയ്സ് നിയമവിരുദ്ധമല്ല എന്നിരിക്കെ, ബയോളജിക്കലായ ചോയ്സ് ആണ് ഇരിക്കെ ഇതിന്റെ പേരിൽ അവരെ അകറ്റി നിർത്തുക, അയിത്തം കൽപ്പിക്കുക എന്നത് ആധുനിക സമൂഹത്തിന് ചേർന്ന കാര്യമല്ല. ആദില നൂറ ബന്ധത്തിനോട് ഒരു വിഭാഗം ആളുകൾ അകൽച്ച കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹോമോഫോബിയാണ്. സ്വവർഗരതി മൃഗങ്ങളിൽ പോലുമുള്ള കാര്യമാണ്. ജീവിവർഗത്തിലുമുണ്ട്, അതിന് കാരണങ്ങളുമുണ്ട്. ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിൽ നിലനിൽപ്പുണ്ടാകണം. ഈ കാര്യം ആളുകളിലേക്ക് എത്തണം. ഹോമോസെക്ഷൽ ആയിട്ടുള്ള പലരും സമൂഹത്തെ ഭയന്ന് ഐഡന്റിറ്റി ഒളിപ്പിച്ചു വെക്കുന്നു. ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പിലേക്കും പോകുന്നു. അതൊരു വലിയ വിഷയമാണെന്നാണ് ആരിഫ് പറയുന്നത്. നീ ആണുങ്ങളുടെ ചൂടറിയാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് സ്വന്തം ബന്ധുക്കൾ തന്നെ അമ്മാവനും കുഞ്ഞിപ്പയും ഒക്കെയാണ് ആദിലയും നൂറയും ബലാത്സംഗം ചെയ്യാൻ നോക്കിയത്. അതും വാപ്പയും ഉമ്മയും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ. റീൽസും ഫോട്ടോഷൂട്ടും മാത്രം കണ്ട് ആദില നൂറ ബന്ധത്തെ വിലയിരുത്തുന്നതാണ് പ്രശ്നം. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അവരായി തന്നെ ജീവിക്കാൻ കുടുംബം അനുവദിച്ചിരുന്നുവെങ്കിൽ അവരുടെ വഴിക്ക് നീങ്ങിയേനെ. പ്രശ്നങ്ങൾ സമൂഹത്തോട് പറഞ്ഞ് കുടുംബം എതിർത്തത് കൊണ്ടാണ് പ്രശ്നം ഫേസ് ചെയ്തപ്പോൾ ഓടിക്കയറാൻ അവർക്ക് സ്വന്തം കുടുംബത്തിൽ ഒരിടമുണ്ടായിരുന്നില്ല. നൂറയുടെ ഉമ്മ രണ്ടുപേർക്കും എതിരെ കൊട്ടേഷൻ വരെ കൊടുത്തിട്ടുണ്ട്. നൂറയുടെ ഉമ്മ ഭീഷണിപ്പെടുത്തുന്ന വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തായിരുന്നു അത്. മുഖം രക്ഷിക്കാൻ എന്ത് വേണമെങ്കിലും കുടുംബാംഗങ്ങൾക്ക് പറയാം. പക്ഷെ ഭയവും വെറുപ്പും അവരോട് നൂറയ്ക്കും ആതിരയ്ക്കും വന്നിട്ടുണ്ട്. രണ്ടുപേരുടെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരെയും പോലെ ഒരു ജീവിതം തിരഞ്ഞെടുത്തവരാണ് ആദിലയും നൂറയും. അവരുടെ ജീവിതത്തിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതും മറ്റുള്ള ബന്ധുക്കളിൽ ഉണ്ടാകുന്ന പ്രശ്നം പോലെ കണ്ട് അവരെ ജീവിക്കാൻ വിടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മാർക്കിടേണ്ട കാര്യമില്ല. ആദിൽ എങ്ങനെയാണ് പുറത്തു എന്ന് ചോദിക്കുമ്പോൾ പെട്ടുപോയി എന്ന് തമാശയ്ക്കാണ് നൂറ പറഞ്ഞത്. ഹെട്രോസെക്ഷാലിറ്റി ആൾക്കാരോട് അത്തരത്തിൽ പറയാറില്ലേ? അതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണോ? എന്റെ കുടുംബത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തിയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയങ്ങളെല്ലാം സംസാരിക്കുന്നത്. അസുഖമല്ലല്ലോ. നൂറയ്ക്ക് മുൻപും കാമുകനുണ്ടോ എന്നറിയില്ല. അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലെത്തിയെന്ന് അവരല്ലേ പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു തീരുമാനം എടുത്താണല്ലോ അവർ നിലനിന്ന് പോകുന്നതെന്നും ആരിഫ് പറയുന്നുണ്ട്.
ശരിക്കും ആരിഫ് പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കുമ്പോഴത്തേക്ക് ആതിരയും നൂറയും സ്വന്തം വീട്ടിൽ തന്നെ ഒരുപാട് അനുഭവിച്ച വ്യക്തികൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാരണം സ്വന്തം ബന്ധുക്കൾ തന്നെ പാരന്റ്സിന്റെ മുന്നിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര മനസ്സിന് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് ശരിക്കും നമ്മുടെ സമൂഹത്തിലുണ്ട്, ഇതുപോലെ ആളുകളുണ്ട്. ആണിനോട് തോന്നുന്നതും പെണ്ണിനോട് തോന്നുന്നതും. പക്ഷേ അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. അവർ കാണുന്ന കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നമാണല്ലേ. നമ്മൾ എന്താണോ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ എന്താണെന്ന് അതാണ് നമ്മൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നമ്മൾ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾക്ക് ഇപ്പൊ അത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അതുമല്ല അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് അവരോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആദില നൂറ എന്ന വിഷയം എന്ന് പറയുന്നത് ആളുകളുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യസ്ത കാഴ്ചപ്പാടിന്റെ ഒരു ഒരു പ്രശ്നമാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. എന്തായാലും ഇവിടെ അവര് പോരാടി നിയമ പോരാട്ടം നടത്തി അവര് നല്ലൊരു ലൈഫ് തന്നെ ജീവിച്ചു പോകുന്നു. ഇനി ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ആദില നൂറ വിഷയം വീണ്ടും ആ ഒരു ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇതിലിപ്പം നൂറയുടെ പല പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നൂറ ലെസ്ബിയൻ അല്ല എന്ന തരത്തിലൊക്കെയാണ് ബി പ്രേക്ഷകരും ഒക്കെ പറയുന്നത്. എന്തായാലും അവരുടെ ലൈഫ് അവർക്ക് അറിയാം, നൂറയും ആദിലയും എന്താണെന്നുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.